നമസ്കാരം. പ്രധാന വാർത്തകൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യപൂജാരി അന്തരിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യപൂജാരി മഹന്ത് സത്യേന്ദ്രദാസ് അന്തരിച്ചു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 85-കാരനായ സത്യേന്ദ്രദാസിനെ കഴിഞ്ഞ ദിവസം സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചിരുന്നു. 1992 ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ താൽക്കാലിക രാമക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ദാസ്. 9 മാസം മുമ്പാണ് രാമജന്മഭൂമി ക്ഷേത്രത്തിലെ ചുമതല ഏറ്റെടുത്തത്. നിര്യാണത്തിൽ നിരവധി പേർ അനുശോചനം അറിയിച്ചു. സ്കൂൾ ബസും സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്ക്. കോട്ടയത്ത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്കുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് സ്കൂൾ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് പിന്നാലെ വന്ന കാറും അപകടത്തിൽപ്പെടുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി ഹെറിറ്റേജ് സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. അപകടം നടക്കുമ്പോൾ സ്കൂൾ ബസ്സിൽ കുട്ടികളുണ്ടായിരുന്നില്ല. അപകടത്തിൽ സ്കൂൾ ബസ്സിലെ ജീവനക്കാരിക്ക് പരിക്കുപറ്റി. വീണ്ടും കാട്ടാനാക്രമണത്തിൽ മരണം. യുവാവ് കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനാക്രമണത്തിൽ മരണം. വയനാട് അട്ടമലയിലാണ് കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. അട്ടമല സ്വദേശിയായ ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. 27 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം. ഇന്നാണ് മൃതദേഹം കണ്ടത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ ആളാണ് ബാലൻ. നിക്കാഹ് കഴിഞ്ഞ 3-ാം നാൾ 18-കാരി ആത്മഹത്യ ചെയ്ത സംഭവം. 19-കാരനായ ആൺസുഹൃത്ത് തൂങ്ങി മരിച്ചു. മലപ്പുറം ആമയൂരിൽ 18-കാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ അന്ന് കൈഞ്ഞരമ്പ് പൊറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 19-കാരനായ ആൺസുഹൃത്ത് തൂങ്ങി മരിച്ചു. കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത്. എടവണ്ണ പുകമണ്ണിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ആരും അറിയാതെ പോയിരുന്നു. ഇഷ്ടമല്ലാത്ത വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം 3-നാണ് ഷൈമ സിനിവർ വീട്ടിൽ തൂങ്ങി മരിച്ചത്. നിക്കാഹ് കഴിഞ്ഞ 3-ാം നാളായിരുന്നു സംഭവം. ഷൈമ മരിച്ചതറിഞ്ഞ് അന്ന് തന്നെ 19-കാരനായ ആൺസുഹൃത്ത് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. കമലഹാസൻ രാജ്യസഭയിലേക്ക്. DMK നേതൃത്വത്തിൽ കമലഹാസൻ രാജ്യസഭയിലെത്താനുള്ള സാധ്യത തെളിയുന്നു. ഇന്ന് രാവിലെ DMK മന്ത്രി ശേഖർ സാബു കമലഹാസനെ കണ്ട് രാജ്യസഭാ സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജൂലൈയിൽ ഒഴിവ് വരുന്ന 6 സീറ്റുകളിൽ 1 കമലിന് നൽകാനാണ് DMKയുടെ തീരുമാനം. ഇതിലൂടെ കമലഹാസന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയത്തിനെ ഒപ്പം നിർത്താമെന്ന കണക്കുകൂട്ടലിലാണ് DMK. വരുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ താരപ്രചാരകനായി കമലഹാസനെ ഉയർത്തിക്കാണിക്കാനും ആലോചനയുണ്ട്. കേന്ദ്ര സർക്കാരിനോട് സന്ധിയില്ലാതെ പോരാടുന്ന കമലഹാസന്റെ സാന്നിധ്യം ഏറെ ഗുണം ചെയ്യുമെന്നാണ് സ്റ്റാലിന്റെ കണക്കുകൂട്ടൽ. മുമ്പ് കോയമ്പത്തൂരിൽ മത്സരിക്കാനുള്ള താൽപര്യം കമലഹാസൻ DMK നേതൃത്വത്തോട് പ്രകടിപ്പിച്ചിരുന്നു.